സ്വർണ്ണപ്പണയത്തിൻ്റെ അല്ലെങ്കിൽ ഗോൾഡ് ലോണിൻ്റെ പലിശയുടെയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട മറ്റ് ചാർജുകളുടെയും കാര്യത്തിൽ വളരെയധികം പേര് നമ്മളുടെ ഇടയിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. അത്തരം ആളുകളെ നമ്മൾക്ക് ഒരു പരിധിവരെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സ്വർണ്ണപ്പണയത്തിനെ പറ്റി അറിയേണ്ടതെല്ലാം എന്നാണ് ഈ വീഡിയോ സീരീസിൻ്റെ പേര്. സ്വർണ്ണപ്പണയത്തിനെ പറ്റി അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാം. കുറേ ടിപ്പുകൾ അവസാനം നമ്മൾ പറയുന്നുണ്ട്. റുപ്പി മംഗൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ സംബന്ധിയായിട്ടുള്ള വീഡിയോകൾ തരുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്ക് ആ വിഷയത്തിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുകയും ചെയ്യാം. സ്വർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ അസറ്റാണ്. നമുക്ക് സ്വർണം മിക്കവാറും എല്ലാവരുടെ വീട്ടിലും സ്വർണ്ണം പണ്ടങ്ങളായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ് ഒക്കെ ആയിട്ടോ നമ്മൾക്ക് നമ്മളുടെ ഒരു സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം സ്വർണ്ണമായിട്ട് മിക്കവാറും എല്ലാ മലയാളികളും സൂക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ സ്വർണ്ണം വിൽക്കാറുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാൻ ഒരു ഗോൾഡ് ലോൺ സ്ഥാപനത്തെ സമീപിച്ച് ആ ഗോൾഡ് ലോൺ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള പൈസ വലിയ തെറ്റില്ലാത്തൊരു എമൗണ്ട് പൈസ നല്ലൊരു റേറ്റിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഗോൾഡ് ലോണുകളുടെ പ്രത്യേകത. ഗോൾഡ് ലോണുകൾ ഇപ്പോൾ ബാങ്കുകളുണ്ട്, KSFE ഉണ്ട്, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും ഗോൾഡ് ലോൺ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഗോൾഡ് ലോണിൻ്റെ മൊത്തം കാര്യങ്ങളെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷനാണ് തരാനായിട്ട് പോകുന്നത്. സാധാരണ നമ്മൾക്ക് ഒരു പണത്തിൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബാങ്കിലേക്കോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ തിരിച്ചടവിൻ്റെ കഴിവ് എത്രയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ എത്രയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ള വളരെ കർശനമായിട്ടുള്ള ചെക്കിങ് നടത്താറുണ്ട് അല്ലേ. പക്ഷേ ഗോൾഡ് ലോണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് ചെക്കിങ്ങോടുകൂടി വളരെ പെട്ടെന്ന് നമുക്ക് പൈസ അനുവദിച്ച് തരാറുണ്ട്. അതാണ് ആ ഗോൾഡ് ലോണിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആഭരണങ്ങളോ അല്ലെങ്കിൽ കോയിനുകളോ എല്ലാം നമ്മൾക്ക് ഗോൾഡ് ലോണായിട്ട് ലോണിന് വേണ്ടി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് പൈസ നമുക്ക് തിരിച്ചു കിട്ടാറുണ്ട്. ഇതിൻ്റെ പലിശ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം ലോണിൻ്റെയും പേഴ്സണൽ ലോണിൻ്റെയും പലിശ നിരക്കിന് ഇടയിലാണ് സാധാരണ ഗോൾഡ് ലോണിൻ്റെ പലിശ വരാറുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പലിശ കുറഞ്ഞ ലോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ലോൺ അല്ല, ഹോം ലോണാണ്. ഹോം ലോണിന് സാധാരണ 8.5 മുതൽ 9% വരെയാണ് ഇപ്പോൾ സാധാരണ ഉള്ള പലിശ നിരക്ക്. അതിനേക്കാൾ തൊട്ട് മുകളിലായിരിക്കും ഗോൾഡ് ലോണിൻ്റെ പലിശ നിരക്ക്. അതായത് സാധാരണ ബാങ്കുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഹോം ലോണിനേക്കാൾ ഒരു 2.5 മുതൽ 6% വരെ കൂടുതലായിരിക്കും. അതായത് ഒരു 10-11% മുതൽ 14-15% വരെ ആയിരിക്കും ബാങ്കുകൾ റേറ്റ്. അതേസമയം മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ മുത്തൂറ്റ് അല്ലെങ്കിൽ മണപ്പുറം അതുപോലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 മുതൽ 24% വരെ ആയിരിക്കും അവർ പലിശ എടുക്കുക. പക്ഷേ ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നമുക്ക് 10 മിനിറ്റിനുള്ളിലോ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിലോ പൈസ മേടിച്ച് പോകാം. പക്ഷേ ബാങ്കുകളിൽ കുറച്ചുകൂടെ സമയം എടുക്കാനായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ദിവസം 1-1.5 ദിവസമൊക്കെ എടുക്കാറായിട്ട് കാണുന്നുണ്ട്. മുൻപ് പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഗോൾഡ് ലോൺ എടുക്കാനും സാധിക്കും. അപ്പോൾ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ തരത്തിലുള്ള പ്രത്യേകതയാണ്. അതിൻ്റെ കമ്പാരിസനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനും സാധിക്കും. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഹോം ലോൺ ആണ് ഏറ്റവും കുറവ്. അതിന് ശേഷമാണ് ഗോൾഡ് ലോൺ. പേഴ്സണൽ ലോൺ അതിലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ ലോണാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് കൂടിയ ഒരു തരത്തിലുള്ള ലോൺ സ്കീമാണ്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ പൈസ അടച്ചു തീർക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിൽ ഗോൾഡ് ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് അത് അടച്ചു തീർക്കുന്നതായിരിക്കും ഒരു സാമ്പത്തികമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഇനി സാധാരണ ആർക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഗോൾഡ് ലോൺ എടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് അടുത്തായിട്ട് പറയാനായിട്ടുള്ളത്. അതായത് 18 വയസ്സ് തികഞ്ഞിട്ടുള്ള തിരിച്ചറിയൽ രേഖയുള്ള ആർക്കും ഗോൾഡ് ലോൺ വയ്ക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണയായിട്ട് ബാങ്കുകളോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളോ നമ്മളുടെ തിരിച്ചടവിനുള്ള ആ ഒരു കഴിവ് സാധാരണ പരിശോധിക്കാറുണ്ട്. സാധാരണ നമുക്ക് കിട്ടുന്നത് ഒരു 25,000 മുതൽ 1.5 കോടി വരെയുള്ള ഒരു എമൗണ്ട് നമുക്ക് ഗോൾഡ് വഴി വെക്കാനായിട്ട് സാധിക്കും. അത് ആണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മൾ സാധാരണ നമ്മളുടെ വീട്ടിലുള്ള ഒരു ആഭരണം കൊണ്ടു ചെല്ലുമ്പോൾ നമുക്ക് ആ മൊത്തത്തിലുള്ള നമ്മൾ ആ ആഭരണം മേടിച്ചിട്ടുള്ള ഒരു 2 ലക്ഷം രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. പണിക്കൂലി എന്നൊക്കെ പറഞ്ഞ് 2 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ആ ഗോൾഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ എമൗണ്ട് ഒരിക്കലും ഗോൾഡ് ലോണായിട്ട് കിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
അതിലെ കല്ലുകളുടെ അല്ലെങ്കിൽ അതിലെ അഴുക്കിൻ്റെ ഒക്കെ ആ അളവ് മാറ്റിയതിന് ശേഷമുള്ള അളവാണ് അവർ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പണിക്കൂലിയായിട്ടോ അല്ലെങ്കിൽ പണിക്കുറവായിട്ടോ കൊടുത്തിട്ടുള്ള പൈസയൊന്നും നമുക്കിതിൽ ലോണായിട്ട് കിട്ടില്ല അല്ലേ. അതായത് 2 ലക്ഷം രൂപയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗോൾഡിൻ്റെ വാല്യൂ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുക ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. അതിൻ്റെ ആ വാല്യൂവിൻ്റെ തന്നെ 75% മാക്സിമം സ്ഥാപനങ്ങൾ കൊടുക്കുക. അതായത് ഇപ്പോൾ 1 ലക്ഷമാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം 1 ലക്ഷം രൂപയൊക്കെയാണ് ഈ 2 ലക്ഷത്തിന് നമ്മൾ മേടിച്ച ആഭരണങ്ങൾക്ക് മാക്സിമം ലോണായിട്ട് ലഭിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതേസമയം ഗോൾഡ് ബാറുകളാണെന്ന് വിചാരിക്കുക, 2 ലക്ഷം രൂപയുടെ ഒരു ഗോൾഡ് ബാർ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ വരെയൊക്കെ അതിൻ്റെ 75% നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഗോൾഡ് ലോൺ എങ്ങനെയാണ് എടുക്കുകയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ 18 മുതൽ 24 ക്യാരറ്റ് വരെയുള്ള സ്വർണ്ണം ഉണ്ടാവണം, നമ്മളുടെ തിരിച്ചറിയൽ രേഖയുണ്ടാവണം, മേൽവിലാസം തെളിയിക്കുന്ന രേഖയുണ്ടാവണം, 2 ഫോട്ടോ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഗോൾഡ് ലോൺ തരുന്ന സ്ഥാപനങ്ങളെ സമീപിക്കുക, അവിടുത്തെ ഫോം ഫില്ല് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ കണ്ടീഷനുകൾ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, എത്ര രൂപ കിട്ടും, എത്ര കാലം കൊണ്ട് തിരിച്ചടക്കണം, തിരിച്ചടച്ചില്ലെങ്കിൽ അതിന് പിഴപ്പലിശയുണ്ടോ, മറ്റുള്ള പ്രോസസ്സിങ് ചാർജുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ഗോൾഡ് ലോൺ ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പുവെക്കാനായിട്ട്. അതിനുശേഷം അവർ ഗോൾഡ് തൂക്കം നോക്കിയതിന് ശേഷം എത്ര നമുക്ക് മാക്സിമം പൈസ കിട്ടുമെന്നുള്ളത് അവർ പറയും. ഏതൊക്കെ ഓർണമെൻറ്റ്സാണ്, എത്രയൊക്കെ തൂക്കമുള്ള ഓർണമെൻറ്റ്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തി തരും. അത് കൃത്യമാണോ എന്നുള്ളത് ഉറപ്പാക്കണം. എന്നിട്ട് വേണം നമ്മൾ പൈസ കളയ്ക്കാം. പൈസ സാധാരണയായിട്ട് 2 ലക്ഷം രൂപ വരെയുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷായിട്ട് കിട്ടും. 2 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് ചെയ്യുക. ഇനി ഗോൾഡ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 100% സുരക്ഷിതമാണ്. നമ്മുടെ വീടുകളിൽ ഗോൾഡ് സൂക്ഷിക്കുന്നതിലും സുരക്ഷിതമായിട്ടാണ് ഗോൾഡ് ലോണുകൾ കണ്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കാനായിട്ട് വെക്കുന്ന സ്വർണം ഇൻഷുർഡാണ്. അതുപോലെ തന്നെ അവർ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള വോൾട്ടുകളിലോ അല്ലെങ്കിൽ സേഫുകളിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വീടുകളിൽ സ്വർണം സൂക്ഷിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സുരക്ഷിതമാണ് ഗോൾഡ് ലോണായിട്ട് വെച്ചിട്ടുള്ള സ്വർണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലാണ്. ഇതിൻ്റെ പല സ്ഥാപനങ്ങളും പല തരത്തിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ്. ഒന്ന് ഫ്ലാറ്റ് റേറ്റാണ്. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു 50,000 രൂപ എടുത്തു എന്ന് വിചാരിക്കും. 50,000 രൂപ എടുത്ത് ഒരു 3 വർഷത്തേക്കാണ് എടുത്തതെങ്കിൽ നമ്മൾ ഈ 3 വർഷത്തിലെ എല്ലാ മാസവും 50,000-ൻ്റെ ഇപ്പോൾ 13% ആണെന്ന് വിചാരിക്കുക. 13% ആണെന്നുണ്ടെങ്കിൽ 541 രൂപ വെച്ച് ഓരോ മാസവും പലിശ അടയ്ക്കും. എന്നിട്ട് ഈ 3 വർഷം കഴിയുന്നെന്ന് ഈ 50,000 രൂപ തിരിച്ചടച്ച് നമ്മൾ ഗോൾഡ് വാങ്ങും. അതിനെയാണ് ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുക. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ റേറ്റ് ആയിരിക്കും, എല്ലാ മാസവും ഒരേ റേറ്റ് ആയിരിക്കും. 541 വെച്ച് ഓരോ മാസവും നമ്മൾ ലോണിൻ്റെ പലിശ ഇനത്തിൽ നമ്മൾ അടയ്ക്കും. അതേസമയം മറ്റൊരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമിനിഷിങ് റേറ്റ് അല്ലെങ്കിൽ EMI പോലുള്ള റേറ്റ്, അതായത് ഹോം ലോണിൻ്റെ EMI നമ്മൾ കണ്ടിട്ടില്ലേ, അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൃത്യം എമൗണ്ട് പ്രിൻസിപ്പലും ഇൻട്രസ്റ്റുമായിട്ട് സം ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾക്ക് EMI ആയിട്ട് വരിക, ഓരോ മാസവും അടയ്ക്കേണ്ട തുകയായിട്ട് വരിക. ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ 50,000-ൻ്റെ 13% വെച്ച് 3 വർഷത്തേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ 1,685 രൂപ വെച്ച് ഓരോ മാസവും അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ മാസം 1,685 അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ അവസാനിക്കുകയും പലിശയും മുതലും അവസാനിക്കുകയും നമ്മളുടെ ഗോൾഡ് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി അവസാനമായിട്ട് ഒരു 10 ടിപ്പുകളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഗോൾഡ് നമ്മൾ ലോൺ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്പുകളാണ്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആവശ്യത്തിനുള്ള പൈസ ഈ ഗോൾഡ് നമുക്ക് തരുമോ, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ എത്ര ശതമാനം പൈസ കിട്ടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് പൈസ കിട്ടുമെന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ ഇത് എത്ര കാലാവധിയിലേക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, അതായത് സാധാരണ 12 മുതൽ 24 വരെയുണ്ട്. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരുമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു മാസത്തെ ഇത് മുടക്കം വരുത്തി കഴിഞ്ഞാൽ പീനൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പിഴപ്പലിശ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഗോൾഡ് എടുക്കാൻ പോകുമ്പോൾ ഒരു 0.5% അല്ലെങ്കിൽ 1% അവർ ആദ്യമേ പിടിക്കും. അതായത് 50,000 രൂപയാണെന്നുണ്ടെങ്കിൽ 500 രൂപയോ 1000 രൂപയൊക്കെ അവർ പ്രോസസ്സിങ് ചാർജ് എന്ന് പറഞ്ഞ് പിടിക്കും. പക്ഷേ അത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് 0.5% ഏറ്റവും ചെറിയൊരു എമൗണ്ടിലേക്ക് 500 രൂപ 250 രൂപയൊക്കെ ആക്കി കുറയ്ക്കാനായിട്ട് സാധിക്കും.
അതാണ് പ്രോസസ്സിങ് ചാർജ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് ഗോൾഡ് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗോൾഡ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതിനെയാണ് പ്രീ പേയ്മെൻറ്റ് എന്ന് പറയുക. അതായത് 3 വർഷം കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. അതിന് പകരം നമുക്ക് പൈസ കിട്ടുന്ന സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചടച്ച് നമ്മളുടെ ഗോൾഡ് തിരിച്ചെടുക്കാം. അതിന് പ്രീ പേയ്മെൻറ്റ് എന്നാണ് പറയുക. അതിന് എന്തെങ്കിലും അഡീഷണൽ ചാർജ് വരുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നഷ്ടമാണ് അല്ലേ. അപ്പോൾ അതാണ് പ്രീ പേയ്മെൻറ്റ് ചാർജ്. പിന്നെ മറ്റെന്തെങ്കിലും ചാർജുകളുണ്ടോ, ട്രേസർ ചാർജ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മേടിക്കാറുണ്ട്. ആ ചാർജുകളുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥാപനങ്ങളിൽ ഒരു ദിവസം ഗോൾഡ് ലോൺ വെച്ചാലും 15 ദിവസത്തെ പലിശ എടുക്കാറുണ്ട്. അങ്ങനെയാണോ അതോ പലിശ ഗോൾഡ് ലോൺ എടുത്ത ഡേറ്റുകളിലേക്ക് മാത്രമാണോ പലിശ കൊടുക്കേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒബ്വിയസ്ലി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്വർണത്തിൻ്റെ വെയ്റ്റും ഏതൊക്കെ തരമാണ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളാണ് ഗോൾഡ് ലോണിനെ പറ്റിയിട്ട് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഗോൾഡ് ലോണിൻ്റെ പല സ്ഥാപനങ്ങൾ പല രീതിയിൽ തരുന്നതിൻ്റെ ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഗോൾഡ് ലോണിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കമൻ്റായിട്ട് എഴുതാം. ഇനി ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത തവണ കാണുന്നവരെ നന്ദി, നമസ്കാരം.